സാമ്പത്തിക ഇടപാടിൽ ക്ലിയറൻസ് ഓക്കെ അല്ലെങ്കിൽ അവന്റെ ഈമാനുമായി എന്തോ ചില തകരാറുകളുണ്ട് എന്ന് മനസ്സിലാക്കണം. മറ്റൊരു വിഷയമാണ് ഒരു മനുഷ്യനുമായി ഒപ്പം യാത്ര ചെയ്യാൻ. ഇതൊക്കെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുകൊണ്ട് വരും. ഇവിടുന്ന് ചെത്തരാട്ട് അങ്ങേറ്റിന് വല്ല യാത്രയല്ലേ ഞാൻ പറയുന്നത്. ഉംറയാത്ര പോകുന്ന ഉസ്താദ് അമീർമാർക്കൊക്കെ വളരെ കറക്റ്റായി ആ വിഷയം പറയുന്നത്. അമീർമാരി എന്ന് പറയുമ്പോൾ അതില് ഉസ്താദിന്റെ ഭാഗം ക്ലിയറാക്കാൻ ഉസ്താദ്മാരുടെ ഭാഗം അങ്ങനൊന്നും കരുതണ്ട. ഒരു യാത്ര പോകുക എന്നുള്ളത് നമ്മൾ യാത്രയുടെ ഒരു വിഷയം പറഞ്ഞ യാത്ര എന്നുള്ളത് ഒരു അദാബിന്റെ ഒരു ഭാഗമാണ്. അദാബിൽ നിന്നുള്ള ഒരു ഭാഗമാണ് യാത്ര ചെയ്യുക എന്നത്. അപ്പൊ അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു വിശ്വാസി യഥാർത്ഥ അവന്റെ സ്വഭാവവും അവന്റെ തനിനിറവും. അതേപോലെ ഒരുപാട് ഹദീസുകൾ മുഅ്മിനിന്റെ ഈമാൻ അളക്കാൻ പറ്റുന്ന ഒരുപാട് ഹദീസുകൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പാപത്തിനെ നമ്മൾ ഏത് രൂപത്തിലാണോ കാണുന്നത് അവിടെയും നമ്മുടെ ഈമാൻ അളക്കാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനായ മനുഷ്യൻ അവനിൽ വന്ന പാപത്തെ അവൻ കാണുക വലിയ ഒരു പർവ്വത ശിഖരത്തിന്റെ ചുവട്ടിൽ അവനിങ്ങനെ ഇരിക്കുമ്പോ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വലിയ പാറക്കല്ലുകൾ അവന്റെ തലയിലേക്ക് ഉരുണ്ട് അവൻ അതിന് അടിയിൽപ്പെട്ടുകൊണ്ട് നാമാവശേഷമാകുമോ എന്നുള്ള ഒരു ഭയത്തോടു കൂടിയായിരിക്കും ഒരു വിശ്വാസി അവനിൽ വന്ന പാപത്തെ കാണുക എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ ഹദീസ് കേട്ടുപോകലല്ല. എന്റെ ജീവിതത്തിൽ പാപം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ രൂപത്തിൽ ഇതിനെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാണുന്നുണ്ടെങ്കിൽ എനിക്കിന്നെ കുറിച്ച് അറിയാമല്ലോ. നിങ്ങൾ ആരും വിലയിരുത്തണ്ട, നിങ്ങളെ കുറിച്ച് വിലയിരുത്തുക. എനിക്കിന്നെ കുറിച്ച് ഞാനിപ്പോ ഒരു പാപം ചെയ്തു. ആ പാപത്തിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഏത് രീതിയിൽ? അപ്പൊ ഈ രീതിയിലാണ്, അഥവാ വലിയ വേജാറോടുകൂടി, വിഭ്രാന്തിയോടുകൂടി, പേടിയോടുകൂടിയാണ് ആ പാപത്തിനെ കാണുന്നതെങ്കിൽ ഈമാൻ എന്റെ ഉള്ളിലുണ്ടെന്ന് ഞാനെന്നെ എനിക്ക് മാർക്കിടാണ്. ഇതാര് പറയാണ്? ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ്. ഇതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇത് ഫൈനലാണ്. നമുക്ക് ഓരോരുത്തർക്കും റിസൾട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണമാണ്. നമ്മളനുസരിച്ചോളി, നമ്മളെ സ്വന്തം ശരീരം. ഇനി അതല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ പേര് കൊണ്ട് മാത്രമാണ് മുഅ്മിൻ, പക്ഷെ അവൻ ഫാസിഖിന്റെ സ്വഭാവ രീതിയാണ്. അതെങ്ങനെയാണ്? അവനിൽ വന്ന പാപങ്ങൾ അവൻ കാണുന്നത് അവന്റെ മൂക്കിന്റെ മുമ്പിലൂടെ ഒരു ഈച്ച പാറിയതുപോലെയാണ്. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് നിലയിലാണ് ഞാനും നിങ്ങളും, ഏത് സ്റ്റേജിൽ ഇരിക്കുന്നു ഞാനും നിങ്ങളും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ നമ്മുടെ ഈമാൻ എത്രയാണ്, നമ്മുടെ ശരീരവുമായുള്ള കടപ്പാട് എത്രയാണ്, മുത്ത് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം എത്രയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ കൊണ്ട് എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം ഹദീസുകൾ ധാരാളമുണ്ട്. ഇനിയും ഒരുപാട് ഹദീസുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മകളിൽ കാണുന്ന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയിലേക്ക് നീ ഒന്ന് കടന്നു ചെല്ലുമ്പോ ആ പള്ളിയുടെ അകത്തൊക്കെ ഇരുന്ന് കൂടുമ്പോ നിനക്ക് അസ്വസ്ഥത വരുന്നുണ്ടോ? നിനക്ക് എന്തോ ഈമാനിക തകരാറുണ്ടെന്ന് ഹബീബുനാ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പള്ളിയുടെ ഉള്ളിലേക്ക് നീ കയറിയാൽ അല്ലാഹുവിനെ ഉപമിച്ചത് ഏതിനോടാണെന്ന് നിങ്ങൾക്കറിയുമോ? ഒരു പക്ഷിയെങ്ങാനും കൂട്ടിനകപ്പെട്ടുകൊണ്ട് ആ പക്ഷിയെ കൂട്ടിനകത്ത് അടച്ചിട്ട് കഴിഞ്ഞോ ആ പക്ഷിയെ കൂട്ടിൽ നിന്ന് എത്ര വേഗം പുറത്തു പോകാൻ ശ്രമിക്കുന്നുവോ അതുപോലെയാണ് ഒരു മുനാഫിഖായ മനുഷ്യൻ പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിച്ചാലെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മുഅ്മിനായ മനുഷ്യന്റെ ഉപമ എന്താണെന്ന് അറിയുമോ? അവൻ എങ്ങാനും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു കടലിൽ നിന്ന് മത്സ്യത്തെ പുറത്തെടുത്തതുപോലെയാണ്. അവർക്ക് അസ്വസ്ഥതയാണ്. പിടഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ എത്ര വേഗം വെള്ളത്തിലേക്ക് കയറാൻ ശ്രമിക്കും. അതുപോലെയാണ് മുഅ്മിനായ ഒരു മനുഷ്യൻ എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് തന്നെ പോകാൻ
ചെലവിന് കഴിയലില്ല. കടം മേടിക്കുമ്പോഴാണ് ഒരു തീരുമാനം ഉണ്ടാവും. ഇന്ന സമയത്ത് ഞാൻ വീട്ടുകൾ തന്നെ ചെയ്യുന്ന ഒരു കരുത്തോടെ കടം മേടിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കരുത്തോടുകൂടി നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആ കടം വീട്ടുവാനുള്ള മാർഗം അല്ലാഹു എളുപ്പമാക്കി തരുമെന്ന് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ കുടുംബക്കാർ ചോദിക്കുമത്രേ ആയിഷ ബീവിയോട്, എന്തിനാണ് ആയിഷ അങ്ങനെ കടം മേടിച്ചു കൂട്ടുന്നത്? അപ്പം ബഹുമാനപ്പെട്ട മുത്ത് റസൂലുള്ളാഹിയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്, കടം മേടിക്കുമ്പോ ആ കടം തിരിച്ചു കൊടുക്കുമെന്ന ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ലഭിക്കുമെന്ന് ഹബീബ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കടം മേടിക്കുന്നത്. കടം മേടിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായം എന്നിലേക്ക് ഉണ്ടാകുമല്ലോ. അത് അവരുടെ തവക്കുലാണ്, ഈമാനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഈമാൻ നമുക്കുമുണ്ടെങ്കിൽ കടം മേടിക്കാൻ, കടം മേടിച്ചു കഴിഞ്ഞാൽ നിശ്ചയിച്ച സമയത്ത് നമുക്കത് കിട്ടാൻ സാധിക്കുമെന്ന് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ് നമുക്ക് ലഭിക്കുന്നതാണ്. പറഞ്ഞു വരട്ടെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ ഈജിപ്ഷ്യൻ മനുഷ്യാവകാശ പ്രവർത്തകയായ സാറാ ബുഖാരിയെ കുറിച്ച് നമ്മൾ ഇവിടെ സൂചിപ്പിച്ചു. വലിയൊരു സംഭവം. എന്തായിരുന്നു ആ സംഭവം? നമുക്ക് ഒരിക്കലും യുക്തിക്ക് നിരക്കാത്ത സംഭവമായിരുന്നു. ഉപോത്ബലകമായ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. ഇസ്രായേലികാരനായ ഒരു മനുഷ്യനോട് ചെന്നുകൊണ്ട് 1000 ദീനാർ കടം ചോദിക്കുകയോ. സാറാ അൽ-ഖായിയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ബഹുമാനപ്പെട്ട സാറാ അൽ-ഖായി എന്ന് പറയുന്ന ആ സഹോദരി തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം യുക്തി കൊണ്ട് നിരക്കാത്തതാണ്. യുക്തി കൊണ്ട് ഒരിക്കലും അതിന് അളന്നാൽ ആ അളവ് പോലും ശരിയാവുകയില്ല എന്ന് ഈ സാറാ അൽ-ഖായി എന്ന് പറയുന്ന സഹോദരി പറഞ്ഞു. എന്നതുപോലെ അത് പറയാൻ കാരണം, ഇനി ഈ കഥ നമ്മൾ പറയുമ്പോൾ നമുക്കെങ്ങനെ സംശയം, അങ്ങനെയൊക്കെ നടക്കുമോ, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ, എങ്ങനെ അതൊക്കെ സംഭവിക്കുന്നത്? അത് നമ്മൾ മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല. പരിശുദ്ധമായ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളിൽ പറയുകയോ ഇതൊക്കെ എങ്ങനെ നടക്കും? യുക്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാഹ്. ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം മുഅ്മിൻ. മുഅ്മിനിന്റെ സിഫത്ത് വിശേഷണം പറഞ്ഞതാണ്. നമ്മൾ സ്വർഗ്ഗം കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, നമ്മൾ ഹിസാബ് കണ്ടിട്ടില്ല, ഖബറിന്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് കണ്ടിട്ടില്ല. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇമാമികളും പറഞ്ഞതനുസരിച്ച് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. അത് നമ്മുടെ ഈമാൻ കാര്യത്തിന്റെ ഭാഗത്തിന് പെട്ടതാണ്. ഇന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും ലിബറൽ ചിന്താഗതികളായ ആളുകളൊക്കെ കൊണ്ടുവരുന്ന വലിയ വിഷയങ്ങളാണ് ഇതൊക്കെ. മരണപ്പെട്ടു പോയ പിന്നെന്ത് ഖബർ, പിന്നെന്ത് ചോദ്യം, അതൊക്കെ എങ്ങനെ യുക്തിക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? 3 കല്ല് വെച്ച് കഴിഞ്ഞാൽ അതിലെങ്ങനെ മനുഷ്യനെ എണീറ്റ് നിൽക്കുന്നു? ഒരൊറ്റ ചോദ്യം അവരോട് ചോദിച്ചാൽ അവിടെ ബിരിയാണി ഉണ്ടാവും, അവിടെ മന്തി ഉണ്ടാവും, അവിടെ റൈസ് ഉണ്ടാവും എന്നുള്ളത് അവിടെ ചോദ്യം. ലഗൂൺ ഫിഷ് അവിടെ കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് ലഗൂൺ ഫിഷ് വല്ലാതെ പരിചയപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ ഭക്ഷണം എല്ലാ നിലക്കുമുള്ള സൗകര്യത്തോടുകൂടി സുഭിക്ഷമായ ഭക്ഷണം. പക്ഷെ ഞാൻ ചെറിയ നിലയ്ക്കേ കഴിക്കുള്ളൂ. അതിന് ബേജാറാണ്. ഭക്ഷണം പറ്റാത്തതൊന്നുമല്ല, പറ്റാത്തത് കൊണ്ടല്ല, ഞാൻ ആ രീതിയിൽ ഇങ്ങനെ കഴിച്ചു പോരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതുകൊണ്ടാണ്. ഞാൻ നല്ലോണം ഭക്ഷണം കഴിച്ചിരുന്ന ആളാണ്, അത്യാവശ്യം കഴിച്ചും മരിപ്പൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇങ്ങോട്ട് കുറച്ച് കൊണ്ടുവന്നതാണ്. ചില പിന്നെ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലാഹു ഭക്ഷണത്തിനൊക്കെ ബറക്കത്ത് നൽകട്ടെ. ഭക്ഷണം നൽകി എല്ലാവർക്കും സുഖരോഗ സ്വർഗത്തിലെ ഭക്ഷണം അല്ലാഹു ഭക്ഷിപ്പിക്കട്ടെ. ഒരുപാട് ആളുകൾ പലതരത്തിൽ വന്നിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ അതുപോലെ തന്നെ മൊയ്യുമ്പലൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ തുടക്കം മുതൽ നമ്മൾ ഉഷാദ് ഇതിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ കാണണമെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യണം. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതാണ് നമ്മുടെ ഉഷാദ്.
ഞാൻ സത്യത്തിൽ ഏതെങ്കിലും മൊബൈൽ വെച്ച് റെക്കോർഡ് ചെയ്യാനുള്ള ഉദ്ദേശിച്ചു വന്നപ്പോ അതിന് പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ്മാർ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരാളുണ്ട്. അപ്പൊ വലിയ ആവേശത്തോടുകൂടി ഉസ്താദ് എന്റെ അടുത്ത് ക്യാമറ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ വേണ്ട പോലെ ചെയ്യാനുള്ള അള്ളാഹു അവരുടെ ജീവിതത്തിൽ വർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ജോലിയിൽ അള്ളാഹു വർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു വർക്കത്ത് നൽകി. ഉസ്താദ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഓന്റെ മാത്രം എന്ത് പറയുന്നത് അങ്ങനെ കരുതരുത്. ഞാൻ അത് ഒരുമായി സംബന്ധിച്ചപ്പോ ഒരുമായി ഇടപഴകിയപ്പോ എനിക്ക് കിട്ടിയ ബിസിനസിന്റെ പേര് പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മളെ എവിടെ വഴിമാറിയത്, എവിടുന്ന ബിസിനസിന് വഴിമാറിയത് കബറും മാറ്റിട്ട് പറഞ്ഞ കബറും വന്നപ്പോ എവിടുന്നാണ് നമ്മുടെ വീട്ടിലെ വഴിമാറിയത്? സാറാൾക്കാരുടെ വിഷയം പറഞ്ഞില്ലേ? ആ ചരിത്രത്തിലേക്ക് വന്നതാണ്. അതെ അതെ. ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യനോട് 1000 ദീനാർ കടം ചോദിക്കുകയാണ്. കടം ചോദിക്കുമ്പോ ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, നിനക്ക് ആരാണ് സാക്ഷി എന്ന് ചോദിക്കുമ്പോ കടം ചോദിച്ചു വരുന്നയാൾ പറഞ്ഞു, സാക്ഷിയായി അല്ലാഹുണ്ട് എന്ന് കടം ചോദിക്കുന്നവരോട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ എനിക്കൊരു ജാമ്യക്കാരൻ വേണമല്ലോ. ഷഹീദ് അല്ലാഹു ആണെങ്കിൽ സാക്ഷി അല്ലാഹു ആണെങ്കിൽ അതിനൊരു ജാമ്യക്കാരൻ ഇത് ചോദിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തെടുത്ത് ഓതി കൊടുക്കുകയാണ്. ഞാൻ നിന്നിൽ നിന്ന് 1000 രൂപ കടം മേടിക്കുന്നുണ്ട് എന്നുള്ളതിന് സാക്ഷിയായി അല്ലാഹു സാക്ഷിയുണ്ട്. അതുപോലെ തന്നെ അതിന് ജാമ്യക്കാരനായി അല്ലാഹു ജാമ്യക്കാരനായി ഉണ്ട് എന്നീ മനുഷ്യൻ പറയുമ്പോൾ ആയിക്കോട്ടെ ഓക്കെ പറയുകയാണ്. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യക്കാരനായി അല്ലാഹുവാണ്, ഷഹീദായി കൊണ്ട് അഥവാ സാക്ഷിയായി കൊണ്ട് അതും അല്ലാഹുവാണ്. അങ്ങനെ അത് സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതാ ബഹുമാനപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ട ഈ മനുഷ്യൻ കടന്നെന്ന് ചോദിച്ച മനുഷ്യൻ ഈ മനുഷ്യനിക്ക് 1000 ദീനാർ കടം കൊടുക്കുകയാണ്. നിശ്ചിത അവധി പറഞ്ഞുകൊണ്ടാണ് കടം കൊടുക്കുന്നത്. ഒരു മാസത്തിന്റെ അവധി പറഞ്ഞ് കടം കൊടുക്കുന്നു. അങ്ങനെ ഈ കടം മേടിച്ച മനുഷ്യൻ എന്തൊക്കെയോ ബിസിനസ് ആവശ്യമാർത്ഥമായിക്കൊണ്ട് കടൽ കടന്നുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. നമുക്ക് പ്രത്യേകമായി അറിയാമല്ലോ ഈ സാഹചര്യങ്ങളൊക്കെ. കടൽ കടന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഉദ്ദിഷ്ട സമയത്ത് നമ്മൾ നിശ്ചയിച്ച സമയത്ത് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റൂല. എത്രയോ അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഇത് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ കടലിന്റെ മക്കളാണ്, കടലുമായി മല്ലിടുന്നവരാണ്. കടലിന്റെ എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്ക് അറിയുന്നവരായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആ ചരിത്രം ചുരുക്കിക്കൊണ്ട് വരട്ടെ. ഏകദേശം അദ്ദേഹത്തിന് പറഞ്ഞ ടൈമായപ്പോ കടൽ മേടിച്ച് തിരിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ച ടൈമായപ്പോ കടൽ കൊടുത്തയാൾ കപ്പൽ നോക്കിക്കൊണ്ട് കടലിന്റെ ഒരു കരയിൽ ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുകയോ. ആ ടൈമിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ വാർത്ത കേൾക്കുന്നത്, ഈ വഴിയിൽ നിന്ന് കപ്പൽ വരൂല. കടം മേടിച്ച് കടം കൊടുത്ത മനുഷ്യൻ കടവുമായി കാത്തിരുന്നുകൊണ്ട് കടൽക്കരയിലേക്ക് ചെന്നുകൊണ്ട് കപ്പൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അന്നും കപ്പൽ വരുന്നില്ല. 3ാമത്തെ ദിവസവും അദ്ദേഹം നിരാശയോടുകൂടി തിരിച്ചു പോരുകയാണ്. ഇന്നത്തെ ഫോൺ സംവിധാനങ്ങളില്ലല്ലോ, സ്മാർട്ട് ഫോണുകളില്ല, മൊബൈലില്ല, വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, മെസ്സഞ്ചറില്ല, ഇൻസ്റ്റാഗ്രാമില്ല. എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ യാതൊരു വഴിയുമില്ല. 4ാമത്തെ ദിവസവും കപ്പലിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് കടൽക്കരയിലേക്ക് ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അതാവർ പല കഷ്ടമിങ്ങനെ തിരമാലകൾക്കിടയിലൂടെ വലിച്ചു വലിച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നത് ഇവിടെയാണ് ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനോമുഖത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ആ വിറക് കൊണ്ടിയെടുക്കാൻ വേണ്ടി ആ മനുഷ്യൻ ആ വിറക് കൊണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്.
1000 ദീനാർ കൊടുത്തു വരികയാണ്. ഇതെങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? കടം മേടിച്ച മനുഷ്യനെ തിരിച്ച് കപ്പലിന്റെ അവിടേക്ക് വന്നപ്പോ ഇനി ഒരാഴ്ചത്തേക്ക് കപ്പലില്ല എന്ന വാർത്ത കേൾക്കുമ്പോ അതാ മനുഷ്യൻ അല്ലാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹുവിനെ ജാമ്യക്കാരനാക്കിക്കൊണ്ട് 1000 ദീനാർ കടം മേടിച്ച ആ 1000 ദീനാർ പ്രത്യേകമായ ഒരു കൊള്ളിയെടുത്ത് ഒരു പലക കഷ്ടമെടുത്ത് അതിനൊരു ദ്വാരം ഉണ്ടാക്കുകയാണ്. ആ ദ്വാരത്തിൽ ഭദ്രമായി 1000 ദിർഹം വെച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു എഴുത്തെഴുതുന്നു. അല്ലയോ സഹോദര, ഇന്നാലിന്റെ ആളുടെ പേരൊക്കെ വെച്ചുകൊണ്ട് എന്നിൽ നിന്ന് ഇല്ലാത്ത ദിവസം ഞാൻ 1000 ദീനാർ കടം മേടിച്ചിരുന്നു. ഈ കടം യഥാർത്ഥത്തിൽ എന്റെ അടുത്തുണ്ടെങ്കിലും നിന്നിലേക്ക് എത്തിക്കാൻ ഒരു നിലക്കും എനിക്ക് വഴി കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതാ തവക്കുലാക്കി അല്ലാഹുവിനെ സാക്ഷിയാക്കി മേടിച്ചതാണല്ലോ, അല്ലാഹുവിനെ ജാമ്യക്കാരനാക്കി മേടിച്ചതാണല്ലോ. അതുകൊണ്ട് ഇതാ ആ അല്ലാഹുവിനെ തന്നെ സാക്ഷിയാക്കിക്കൊണ്ട് ആ മരത്തിന് ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിന് പ്രത്യേകമായ 1000 ദിർഹം 1000 ദീനാർ അടക്കം ചെയ്ത് ഭദ്രമായി അതിനെ ഒട്ടിക്കുകയാണ്. അത് എല്ലാവർക്കും പാക്ക് ചെയ്യുകയാണ്. അതിന് പ്രത്യേകമായ ഒരു കുറിപ്പ് കൊണ്ട് വിശേഷമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ആ പലകയാണ് ഒഴുകിക്കൊണ്ട് ഉടമസ്ഥന്റെ കയ്യിലെത്തുന്നത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത്. വലിയ ഒരു വ്യാഖ്യാനങ്ങൾ നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. കടം മേടിക്കുമ്പോ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ ഈ കടം മേടിക്കുന്ന പൈസ എത്രയാണെങ്കിലും എത്ര നാണയം തൊട്ടാണെങ്കിലും ദീനാറാണെങ്കിലും ദിർഹമാണെങ്കിലും അത് ഉടമസ്ഥനിലേക്ക് അതിന്റെ അവധി എത്തുന്നതിന് മുമ്പേ തിരിച്ചു കൊടുക്കുക. എനിക്ക് തൗഫീഖ് എന്ന ഉദ്ദേശത്തോടുകൂടി വല്ല വൈദ്യരും കടം മേടിക്കുകയാണെങ്കിൽ അത് കിട്ടാനുള്ള മാർഗം അല്ലാഹു നൽകുമെന്ന് ശഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കുന്ന വിഷയം എന്താ? കടം മേടിക്കുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ മേടിക്കുന്ന കടം അത് തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആകണം എന്നുള്ള ഒരു ഉറച്ച ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മളത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വഹാബത്തൊക്കെ കടം മേടിച്ചതായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. സ്വഹാബത്തൊക്കെ എപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ടൈമിൽ അവർ കടം മേടിച്ചിരുന്നതാണ്. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം തന്നെയുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു ജുമാഅക്ക് പോയതാണ്. കടം മേടിച്ച ആള് വാതിൽക്കൽ വന്നുകൊണ്ട് നിന്ന് ശല്യപ്പെടുത്തുന്ന ഒരു യഹൂദി ഉണ്ടായിരുന്നത്. ആ യഹൂദി ഒരു ദിവസം രാവിലെ ജുമാന്റെ ടൈമിൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന് വെച്ചുകൊണ്ട് അവിടെ ചെത്തു നിന്നതാണ്. പുറത്തിറങ്ങിയാൽ ഉറപ്പാണ് ചോദിക്കുന്നത്. എന്നാൽ വീട്ടാൻ ഒരു തരക്കും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് അന്ന് സാമ്പത്തികമായ ശേഷിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേ ദിവസം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്തേ മുആദ് ഇന്നലെ ജുമുഅക്ക് വരാനില്ല, എന്തുകൊണ്ട് ജുമുഅക്ക് വന്നില്ല? ജുമുഅക്ക് വരാതിരിക്കാനുള്ള തടസ്സം എന്തുണ്ടായി എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബിയെ, ഒരു ഊക്കിയ പൊന്ന് ഞാൻ ഒരു യഹൂദിയെ അടുത്ത് നിന്ന് കടം പിടിച്ചു, അത് തിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആ യഹൂദിയാണെങ്കിൽ എന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. ഞാൻ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അത് ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് എന്റെ ജുമുഅക്ക് പോലും വരാൻ പ്രമോട്ട് ചെയ്യാത്ത കാര്യമെന്ന് ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിൽ നിന്ന് കടം മേടിച്ച് നമുക്ക് തിരികെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കടം വീട്ടാനുള്ള മാർഗം എന്താണെന്നാണ് ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ് അത്വഹിബ്ബു യാ മുആദ് അയ്യല്ലാഹു ദീനക നിങ്ങളുടെ കടം അല്ലാഹു വീട്ടാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ അതുകൊണ്ട് നിങ്ങൾക്ക് അതിനൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിക്കുകയാ ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തുർജിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولد الليل في النهار وتولد النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب سورة പതിവാക്കുകയാണെങ്കിൽ നിനക്ക് കടലോളം കടമുണ്ടെങ്കിലും അത് നിനക്ക് വീട്ടിൽ തരുമെന്ന് ഹബീബ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് മുആദിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال ഇത് മറ്റൊരു സഹാബി പദവാക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹബീബിന്റെ അടുത്ത് വന്നുകൊണ്ട് പരാതി പറഞ്ഞപ്പോ ആ സഹാബിക്ക് ദുആ ചെയ്യാൻ കൊടുത്ത ദുആയാണെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെങ്ങാനും കടത്തിനകപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മളെങ്ങാനും അത്തരമായ കാര്യങ്ങളിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണേ. ഇതൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആകളിൽപ്പെട്ട ദുആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായ സഹായം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ ഗൗരവത്തോടെ കൂടി കാണേണ്ട വിഷയമാണ്. നമ്മൾ കടം കൊടുക്കുമ്പോൾ വലിയ ഉദ്ദേശത്തോടുകൂടി നല്ല ഉദ്ദേശത്തോടെ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശത്തിനായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ കടം ചോദിക്കുക എന്ന് പറയുന്നത് അത്രമേൽ പ്രയാസം അനുഭവിക്കുമ്പോഴാണ്. അതാണല്ലോ പണത്തിന്റെ 18 പ്രതിഫലവും അതുപോലെ സ്വതന്ത്രക്ക് 10 പ്രതിഫലവും. ഇവിടെ നമ്മൾ ചിന്തിച്ചോ എന്ന് എനിക്കറിയില്ല. കടം കൊടുക്കുന്നത് തിരിച്ചു ലഭിക്കുന്ന മുതലാണെങ്കിൽ സ്വതന്ത്ര കൊടുക്കുന്നത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുന്നതാണ്. എന്നിട്ടും കടം കൊടുക്കുന്നതിന് പ്രതിഫലം കൂടാനുള്ള കാരണമുണ്ട്. الصدقة بعشر أمثالها والقرض ب8 عشر. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുഖലോക കവാടത്തിൽ എഴുതി വെക്കപ്പെട്ടതായി കണ്ടുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ മഹത്വം എത്രയാണ്, അതിന്റെ പ്രതിഫലം എത്രയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ജിബ്രീലിനോട് ചോദിക്കുന്നത് മാ ബാലു ഖർദി അഫ്ളു മിന സ്വദഖ. കടം കൊടുക്കുന്നതിന് ഇത്രമേറെ പ്രാധാന്യം ലഭിക്കാൻ കാരണം എന്തേ? ജിബ്രീലേ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗ്ഗം കാണിച്ചു കൊടുത്തതും നരകം കാണിച്ചു കൊടുത്തതും അവിടെയുള്ള എല്ലാ അജായങ്ങളും കാണിച്ചു കൊടുത്തു. മുത്തുനബിയുടെ പിന്നാലെ ഉണ്ടായിരുന്നത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ. ഇങ്ങനെ ഒരു ലേഖനം കണ്ടപ്പോൾ എഴുത്ത് കണ്ടപ്പോൾ
സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇങ്ങനെ ഒരു എഴുത്ത് കണ്ടപ്പോ ചോദിച്ചു, ജിബ്രീലേ, നമ്മളൊക്കെ മനസ്സിലാക്കിയതിന്റെ എതിരാണല്ലോ ഇത്. ഇവിടെ കാണുന്നത് തിരിച്ചു കിട്ടാത്ത അല്ലാഹുവിന്റെ മാർഗത്തിൽ അർപ്പണബോധത്തോടുകൂടെ നമ്മൾ കൊടുക്കുന്ന സ്വർഗത്തെ 10 നന്മയാണെങ്കിൽ തിരിച്ചു കിട്ടുന്ന മദനിന് ലഭിക്കുന്നത് 18 നന്മയാണ്. അത് എല്ലേ എന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ മുത്തനബിക്ക് പറഞ്ഞു കൊടുക്കുന്നു, ലിഅന്ന സായില യസ്തറു ഇൻദഹു വൽ മുസ്തഖദിറു ലാ യസ്തഖദിറു ഇല്ലാ മിൻ ഹദാ. ഒരു കടന്നോടിക്കുന്ന മനുഷ്യൻ വെറുതെ ഓടി വന്ന് കടന്നോടിക്കില്ല. അവന്റെ കുടുംബത്തിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ടുണ്ടാകും, മക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതിസന്ധി വന്നിട്ടുണ്ടാകും, കുടുംബം നോക്കാൻ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോഴാണ് മനുഷ്യൻ കടമായി മറ്റൊരുത്തന്റെ മുമ്പിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, അതുകൊണ്ടാണ് നബിയേ കടം കൊടുക്കുന്നതിന് പ്രതിഫലം കൂടാൻ കാരണമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പറയുമ്പോ ആ കടത്തിന്റെ മഹത്വം മനസ്സിലാക്കി, ആ കടം കൊടുക്കുന്നതിന്റെ പ്രത്യേകത മനസ്സിലാക്കി, ആ കടം കൊടുക്കുന്നതിന്റെ മഹാത്മ്യം മനസ്സിലാക്കി, ആർക്കെങ്കിലും വല്ല ആവശ്യവും വരുമ്പോ അത് കടമാവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ആവശ്യങ്ങളാവട്ടെ, ആവശ്യങ്ങൾ മുഴുവൻ നമ്മൾ പൂർത്തീകരിക്കാൻ നമ്മളൊക്കെ മുന്നിലുണ്ടാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സർവ്വമാന വിജ്ഞാന വേദികൾ ഇന്ന് 7ാമത്തെ ദിവസത്തിലേക്ക് കടന്നു. നാളെ 8ഉം 9ഉം 10ഉം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12ലേക്ക് നമ്മൾ കടക്കുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം തുടങ്ങിയാൽ നമ്മൾ ഹബീബായ മുത്തനബിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, മനസ്സിൽ അവിടുത്തോടുള്ള ഇഷ്ടമഹബത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സർവ്വമായ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഹബീബായ മുത്തനബിയുടെ പേരിൽ ഓടുന്ന മൗലികർമ്മങ്ങൾ, ഹബീബായ മുത്തനബിയുടെ പേരിൽ നമ്മൾ ആടിനേർത്തുകൊണ്ട് മാംസവിതരണം ചെയ്യുകയാണ്, ഭക്ഷണം വെച്ചു കൊടുക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിക ജൽസയിലേക്ക് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എത്ര പുണ്യമേ